ഇത് Coral Perfumes Flowers Take Off to Almaty. Powered by Eastern. In association with RKJG, Dr. Kaveri Ayurvedic Center, Time Express Cargo, and our travel partner, Aruba Tours and Travels. നമ്മൾ 3 പേരും ആദ്യമായിട്ടാണ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന ഈ രാജ്യത്തേക്ക് വരുന്നത്. വന്നിറങ്ങിയപ്പോൾ തന്നെ ചില്ലായിരുന്നു പരിപാടി. ശരിക്കും ചില്ലായിരുന്നു. ശരിക്കും ചില്ലോട് ചില്ലായിരുന്നു. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ 17ാമത്തെ നിലയുടെ റെസ്റ്റോറന്റിന്റെ പുറത്താണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. Sky 17. അതെ, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഭാഗ്യമാണെന്ന് തന്നെ പറയാം. നമ്മൾ അൽമാട്ടിയിലേക്ക് വന്നിട്ട്, കസാക്കിസ്ഥാനിലേക്ക് വന്നിട്ട്, വേറൊരു ടെറൈനിലേക്ക് വന്നിട്ട്, നമ്മൾ വന്ന ദിവസം തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചയായിരുന്നു. ഞാനും മാത്തും നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വന്ന് ദുബായിൽ 2 ദിവസം സ്റ്റേ ചെയ്ത് ഇതിന്റെ പ്ലാനുകളൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഈ ടെറൈൻ നമുക്കൊരു ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. ടേബിളിന്റെ മുകളിലൊക്കെ സ്നോ മൂടി കിടന്നിട്ട് നമ്മൾ കാർവ് ചെയ്യുമായിരുന്നു. നഖം വെച്ചിട്ട് നമ്മുടെ പേരുകൾ എഴുതുമായിരുന്നു. ഓരോ സമയത്തും ഓരോ വൈബാണ് ഈ ഒരു ടെറൈൻ എന്ന് പറയുന്നത്. കസാക്ക് എന്ന് പറഞ്ഞാൽ കുതിരയാണ്. 5500 വർഷങ്ങൾക്ക് മുമ്പ് കുതിരയെ പെറ്റാക്കാൻ പറ്റുമെന്ന്, കുതിരയെ മെരുക്കാൻ പറ്റുമെന്നും, കുതിരയുടെ മുകളിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ നമ്മളെ ഈ ഭൂമിയിലുള്ള ആൾക്കാരെ മുഴുവൻ പഠിപ്പിച്ച ആൾക്കാർ. ഇപ്പൊ കുതിരയുടെ ക്രൈസ് ഉള്ള ദുബായിൽ തന്നെ ഹോഴ്സ് റേസ് ഉണ്ട്, ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് പഠിപ്പിച്ച ആൾക്കാർ, കുതിരയെ മെരുക്കാൻ പഠിപ്പിച്ച ആൾക്കാരാണ് ഈ കസാക്കിസ്ഥാൻകാര്. അങ്ങനെയാണ് കസാക്കിസ്ഥാൻ എന്നുള്ള പേര് വന്നത്. കലു, നമ്മുടെ വന്നിറങ്ങി ഉറങ്ങി എണീറ്റു നമ്മൾ കസാക്കിസ്ഥാന്റെ കാഴ്ചകളിലേക്ക് പോവാം. എക്സ്പ്ലോർ ചെയ്തു. നമ്മളെ ഏറ്റവും ആദ്യം നമ്മളെ കൊണ്ടുപോയത് സ്ക്വയർ പാർക്കിലേക്കാണ്. സ്ക്വയർ പാർക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു പാർക്കാണ്. ആ സ്ക്വയർ പാർക്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു 3D സ്കൾപ്ചറാണ്. നമ്മളിപ്പോൾ ഒരു പാർക്കിലാണുള്ളത്. 2ാം ലോക മഹായുദ്ധകാലത്ത് മരിച്ചു വീണ ധീര ജവാന്മാരുടെ ഓർമ്മയ്ക്ക് മുന്നിലുള്ള ഒരു സ്മാരകമാണ്, ഒരു രക്തസാക്ഷി മണ്ഡപം എന്ന് പറയാം. ഇതിന്റെ പേരെന്താ? പൻഫിലോപാഡ്. 28 ഭടന്മാരുടെ രക്തം വീണ ഒരു മണ്ണാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു കെടാ വിളക്ക് കൂടിയുണ്ട്. ഇറ്റ് വിൽ ഓൾവേസ് ലൈറ്റൻ. ഇതാണ് അതിൻ്റെ ഒരു മോണുമെന്റ്. ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ശത്രു സൈന്യം അടിച്ചു കയറുന്ന സമയത്ത് ഇവരാകെ 28 സോൾജേഴ്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ 28 പേര് ആ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു പോരാട്ടത്തിന്റെ കഥയാണ് ശരിക്കും ആ പ്രതിമ എന്ന് പറയുന്നത്.
വെച്ചാൽ അതിന്റെ തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്. ശരിക്കും ഇതിന്റെ പ്രൗഢി വിളിച്ചോതുന്ന, അല്ലെങ്കിൽ കസാക്കിസ്ഥാന്റെ ഒരു പൗരാണികതയും പൈതൃകവും ഒക്കെ വിളിച്ചോതുന്ന, നമുക്ക് പഴയ റഷ്യൻ ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പിലുള്ള ഒരു ഗംഭീര ചർച്ചാണത്. അതിന്റെ ആർക്കിടെക്ചർ തന്നെ ഭയങ്കര രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അൽമാട്ടിയിലത്തെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇവർ ആഹാര ശൈലിയാ അല്ലേ? നമ്മളെ ഒന്നും ഒരു ആഹാര ശൈലി അല്ല. നമ്മൾ എപ്പോഴും ഒരു നാട്ടിൽ പോകുന്ന സമയത്ത് ആദ്യം ട്രൈ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഴയൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഈ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ നാട്ടിൽ കണ്ടം തന്നെ തിന്നോളണം എന്ന് പറയും. ഇവിടെ വന്നതിന് ശേഷമാണ് കുതിരയുടെ മീറ്റ് എന്ന് വെച്ചാൽ, ഈ കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത് തന്നെ കുതിരയുടെ നാടെന്നാണ്. അപ്പോൾ ഈ കസാക്കിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുതിരയുടെ മീറ്റ് കിട്ടും. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുതിരയുടെ മീറ്റ് കഴിച്ചു. അത് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ അത് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഒരു വലിയ പ്ലേറ്റിൽ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, കോഴിയും ബീഫും ഒക്കെ ഒഴിക്കുക, അല്ലെങ്കിൽ മട്ടനും ഒക്കെ ഒഴിക്കുക. നമ്മൾ സ്ഥിരം കഴിക്കുന്ന കുറച്ച് മീറ്റ് ഉണ്ടല്ലോ, ഈ മീറ്റ് ഒഴിക്കുക വേറെ ഏത് മീറ്റ് കഴിച്ചു കഴിഞ്ഞാലും ആദ്യം ഇത് വായിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ഇതിന്റെ മുഖമാണ് ഓർമ്മ. അതായത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുതിരയുടെ മീറ്റ് എടുത്ത് നാക്കത്തേക്ക് വെക്കുമ്പോൾ ഒരു കുതിര ഞങ്ങൾ അതുവരെ നടന്നുകൊണ്ടിരുന്ന ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടന്നു. എപ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ചായയാണ്. നമ്മളൊക്കെ എങ്ങനെയാ ഇപ്പൊ, എനിക്ക് സത്യം പറഞ്ഞ ഒരു പായസം ഇപ്പൊ നിങ്ങളെപ്പോലെ വലിയ വലിയ പാചകക്കാരൊന്നും അല്ലെങ്കിലും ഞങ്ങളെപ്പോലൊക്കെ അപ്കമിങ് ആയിട്ടുള്ള പാചകക്കാർക്ക് വേണ്ടിയിട്ട് ഈസ്റ്റേൺ, അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തട്ടിക്കൂട്ട് നൽകുന്ന പൊളിപ്പൻ സാധനമായിട്ടുള്ള പായസം വെർമിസെലി പുതിയത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് സത്യം പറഞ്ഞത്. പറയുമ്പോണ്ടല്ലോ വന്ന പോലെ 5 മിനിറ്റ് വിളിക്കുക, കഴിക്കുക. നമുക്കൊരു പണിയാം, ഇവിടെ ഈ തള്ളുന്നത് മാത്രമാണോ കാര്യം അറിയാൻ വേണ്ടിട്ട് ഒരു പണി കോൺഫിഡന്റ് ആയിട്ട് പറയാം. അല്ല അടിപൊളി. നമ്മൾ അടുത്ത ദിവസം ദുബായിക്കല്ലേ തിരിച്ചു വന്നത്? നിന്റെ നാട് ദുബായിലല്ലേ? നിന്റെ വീട് ദുബായിലല്ലേ? നിന്റെ അടുക്കള ദുബായിലല്ലേ? നമ്മളിന്ന് പായസം കുടിച്ചിട്ടേ പോളൂ. ഈസ്റ്റേണിന്റെ ഉഗ്രം പായസമാണെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനത് കഴിച്ചേ തിരിച്ചു പായസമാണ്. അതായത് നമ്മളെ പോലെ സമയം എടുത്ത് കുക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ടേസ്റ്റ് ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ അടിപൊളി സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന, എല്ലാവരെയും ഇവരെ പോലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് നീയാണോ ഇത് ഉണ്ടാക്കിയത് എന്ന് ചോദിപ്പിക്കാൻ പറ്റുന്ന കിടിലം വെർമിസെലി പായസമാണ്. ഹായ് ഗൈസ്, നമ്മൾ ഷിംബുലാക്കിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ടീം മൊത്തം ഉണ്ട്. ഷിംബുലാക്ക് എന്ന് പറയുന്നത് ഈ കേബിൾ കാർ ചെന്ന് നിൽക്കുന്ന ഈ ടോപ്പാണ്. ഇതിൻ്റെ മുകളിലാണ് ഷിംബുലാക്ക് ഉള്ളത്. നമ്മൾ ഷിംബുലാക്കിലേക്ക് പോവാണ്. ഇവിടുത്തെ ഏറ്റവും തണുപ്പുള്ളൊരു സ്ഥലമാണ് ഷിംബുലാക്ക് എന്ന് പറയുന്നത്. അവിടെ മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. എന്താണെന്ന് ചെന്ന് നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഷിംബുലാക്കിൽ മഞ്ഞ് പെയ്യുന്ന കാഴ്ച. Coral Perfumes Flowers Take Off to Almaty powered by Eastern. നമ്മൾ ഇന്ന് നിൽക്കുന്നത് അൽമാട്ടിയിലത്തെ മെഡോവ്സിലാണ്, മൗണ്ടൻ ടോപ്പിൽ. ഇവിടുന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഷിംലാക്കിലേക്കാണ്. സോ ഈ ഒരു മൗണ്ടൻ ടോപ്പ് എങ്ങനെ മനസ്സിലായി? അയ്യോ, മലയാളം പിന്നെ തമിഴരാണെന്ന് ചോദിക്കും. Coral Perfumes Flowers Take Off to Almaty powered by Eastern in association with RKG, Dr. Kaveri Ayurvedic Center, Time Express Cargo and travel partner Aruha Tours and Travels. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൺട്രോളിലാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ടിക്കറ്റിൻ്റെ വില നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവത്തില്ല,
പക്ഷെ നമ്മൾ കേബിൾ കാറിൽ പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ ഈ ടിക്കറ്റ് കയ്യിലില്ലെങ്കിൽ അവിടെ ഐസിൽ തണുത്ത് മരവിച്ചിങ്ങനെ ഇരിക്കും. കല്ലു മരവിച്ചിരിക്കുന്നല്ല, മരവിച്ചിരിക്കും. ഈ സുഗന്ധം പരത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ സ്വന്തം കോറൽ പെർഫ്യൂംസിന്റെ ഓണറാണ്. ആള് നമ്മുടെ കൂടെ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം. ദുബായ് മുഴുവൻ അല്ലെങ്കിൽ GCC മുഴുവൻ സുഗന്ധം പരത്തുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ സുഗന്ധം പരത്തി നമുക്ക് ഷിംബുലാക്കിലേക്ക് പോയി അവിടെ സുഗന്ധം പരത്താം. അവിടെ നിങ്ങളുടെ പടച്ചോൻ മഞ്ഞ് പെയ്ക്കുന്നു, നമ്മൾ അവിടെ സുഗന്ധം പരത്തും. ഹലോ 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 ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഉള്ളത്. കല്ലൂടെ അതെ നിങ്ങൾ സ്പോൺസറാണ്. സ്പോൺസേഴ്സ് ഇത്രയൊക്കെ ചെയ്താൽ അവതാരകർ നമ്മളാണ്. സ്പോൺസർ നിലയ്ക്ക് നിന്നാ മതി കേട്ടോ. അവനെന്താ പ്രശ്നം? എല്ലാ ആക്ടിംഗ് ആണ്. റാഷിയുടെ ആക്ടിംഗ് ആണ്. അവനാണ് പിന്നെ ട്രാവൽ പാർട്ണർ. മാറ്റിക്കൊണ്ടുപോയേ. പോക്കാണ് പോകുന്നത്. ഈ കാഴ്ചകൾ ഇനി നിങ്ങളെ കാണിച്ചു തരാം. ഷംബുലാക്ക് എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു സ്പോട്ടാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് പല തട്ടുകളായിട്ടാണ്. ആദ്യം ഒരു കേബിൾ കാറിൽ കയറി നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങണം, വേറൊരു ഇടത്താവളത്തിലേക്ക് പോകണം, അവിടെ നിന്ന് പിന്നെ വേറൊരു ഇടത്താവളത്തിലേക്ക് പോകണം. അങ്ങനെ 3-4 സ്ഥലങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ മെയിൻ പോയിന്റിലെത്തുന്നത്. ഓരോ പോയിന്റിലും നമ്മൾ കാണാൻ ഒരുപാട് കാഴ്ചകൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ കേബിൾ കാറിൽ ഉഗ്ര സീനാണ്. മുകളിലോട്ട് നോക്കിയ കാഴ്ച, ചുറ്റാകെ നോക്കിക്കഴിഞ്ഞാൽ കാഴ്ച, കേബിൾ കാറിൽ ആൾക്കാർ തിരിച്ചു വരുന്ന കാഴ്ച കാണാം. ഒരുപാട് കാഴ്ചകളാണ്. കാഴ്ചകളുടെ മഹോത്സവം തന്നെയാണ് ഷംബുക്കായിൽ. നമ്മൾ ഇങ്ങനെ കേബിൾ കാറിൽ ഇരുന്നിട്ട് താഴത്തേക്ക് നോക്കുന്ന സമയത്ത് ലോകത്തിന് നമുക്കൊരു ഏരിയയിൽ വ്യൂവിൽ കാണാം. അതായത് നമ്മളിങ്ങനെ ഒരു പക്ഷിയെ പോലെ ചിറക് വിരിച്ചിട്ട് നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്താണോ അതേപോലെയാണ് നമ്മൾ കാണാൻ. നമുക്ക് പലപ്പോഴും ചെറുപ്പത്തിൽ ഭയങ്കര കൊതി തോന്നിയിട്ടില്ല ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ മേലിക്കൂടെ പോകുന്ന സമയത്ത്. പണ്ടൊക്കെ നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമല്ലേ, അവരൊരു ആപ്പിൾ ഇട്ട് തരാണെങ്കിൽ നമുക്ക് കിട്ടൂലായിരുന്നു, നമുക്കത് കഴിക്കാൻ. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് അപ്പൊ തന്നെ കോറ പെർഫ്യൂംസിന്റെ മുതലാണ് ഒരു ആപ്പിൾ ഫോൺ തന്നിട്ടുള്ളത്. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള വേറൊരു പരിപാടി എന്താന്ന് വെച്ചാൽ, ഈ വിമാനത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വിമാനത്തിൽ കൊണ്ടുപോയി വന്നിട്ട് പൂക്കൾ ഇടുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? ഭയങ്കര രസമാണ്. വിമാനത്തിൽ പോയിട്ട് പാക്കറ്റിലാണ് ഇടുന്നത്, പക്ഷെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് ചെതറി പൂക്കളായിട്ട് ഈ ഇതിന്റെ മുകളിൽ വന്നു. യാത്രയെ പറ്റി പറയണേ, വിമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ആദ്യത്തെ സ്വപ്നം എന്ന് പറഞ്ഞത് ഇതിനകത്തുനിന്ന് കയറി ഇരിക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു. ശരിക്കും യാത്രക്കാരുടെ ഒരു മോഹം തുടങ്ങുന്നത് വിമാനം കാണുമ്പോഴാണ്. പക്ഷേ വിമാനമൊക്കെ വിമാനം കണ്ടുപിടിച്ചിട്ടുണ്ടാവും, പക്ഷേ വിമാനത്തിലൊക്കെ ആൾക്കാർ ഇങ്ങനെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന പോലെ വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മലയാളിയായ SK പൊറ്റക്കാട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം 60കളിലും 50കളിലും 60കളിലും 70കളിലും മാപ്പ് പോലും അന്ന് ആഫ്രിക്കയിലുണ്ടോ എന്ന് സംശയമുള്ള കാലത്ത് ആഫ്രിക്ക മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്യുകയും ചെയ്തു.
അദ്ദേഹം ഗംഭീരമായിട്ട് എഴുതാൻ ചെയ്തു. എനിക്കൊക്കെ എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയാണ് ഈ യാത്രയുടെ വിത്ത് നമ്മുടെ ഉള്ളിൽ വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ അതായത് ഞാൻ എനിക്കൊന്ന് 6-ലോ 7-ലോ പഠിക്കുന്ന സമയത്ത് നൈൽ ഡയറി എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ ഒരു ബുക്ക് എനിക്ക് ഈ ലൈബ്രറിയിൽ നമുക്ക് ഒരു ബുക്ക് തരാം, ഒരു വർഷം ഒരു ബുക്ക് തരാം. അപ്പൊ അങ്ങനെ ഒരു ബുക്ക് കിട്ടിയതിൽ നിന്നാണ് നമ്മൾ ഈ കാപ്പിരികളുടെ ലോകവും നൈൽ ഡയറിയുടെ തീരങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരെ കുറിച്ച് നമുക്ക് അന്ന് തോന്നിയ അല്ലെങ്കിൽ ഇന്നിപ്പോ സന്തോഷ കുറങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന പോലെ അന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് ഞാനിൽ മുള പൊട്ടിയ ആഗ്രഹമാണ് ഇതേപോലെ യാത്ര ചെയ്യുക എന്നുള്ളത്. അതിന്റെ സഫലീകരണങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ ഓരോ യാത്ര. ഓരോ യാത്രക്കാരനോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുക, ഈ മനുഷ്യനാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും അസൂയുള്ള മനുഷ്യൻ. ഈ മനുഷ്യൻ 60 രാജ്യങ്ങളിൽ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക സമയം കണ്ടെത്തുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഉണ്ടാക്കുന്ന പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് വേറെ എന്തൊക്കെ കമ്പനി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അദ്ദേഹം ഒരുപാട് കഴിയുന്നത്ര യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് അത്ര 60 രാജ്യങ്ങളിലധികം പോകാൻ പറ്റിയത്. ആ യാത്രയുടെ ഒരു അനുഭവം നമ്മളും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഒരു ഷോയിലേക്ക് അദ്ദേഹം വന്നതും. അതെ, നമ്മളുടെ ടൈറ്റിൽ സ്പോൺസറാണ്. ഞാൻ കാണുന്ന മാത്രമല്ല മറ്റുള്ളവരെയും കൊണ്ടുപോകാന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഇത്രയും സ്പെൻഡ് ചെയ്യാനുള്ള കാരണം. എന്തായിരുന്നു ആ ഒരു വികാരം? ഈ സ്ഥലം തന്നെ എൻ്റെ 2ാമത്തെ ട്രിപ്പാണ്. അൽമാട്ടി തന്നെ. ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ അൽമാട്ടിയിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു യാത്ര എന്ന് പറയുന്നത് അന്നത്തെ യാത്രയെക്കാട്ടും ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് യാത്ര ഇൻ മൈ ലൈഫ്. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചാൽ എപ്പോഴും നമ്മുടെ യാത്രകളെ കൂടുതൽ മനോഹരമാക്കുന്ന നമ്മുടെ കൂടെയുള്ള ആളുകളാണ്. നിങ്ങൾ ആരുടെ കൂടെ സഞ്ചരിച്ചു എന്നുള്ളത് എപ്പോഴും യാത്രയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഇപ്പൊ 60ഓളം രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് സാർ. ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹയാത്രികൻ? എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ കൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്താണ്. എൻ്റെ സുഹൃത്തെന്ന് പറയുന്നത് ഫൈസലാണ്. ഫൈസൽ മറ്റൊരു പെർഫ്യൂം കമ്പനിയുടെ മുതലാളിയാണ്. അല്ല, നിങ്ങൾ തമ്മിൽ ഒരു ശീത എന്ന് വെച്ചാൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ? അത് ഭയങ്കര രസമുള്ള കോമ്പറ്റീഷൻ രാവിലെ ഉണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ്. അത് ശരി, കോമ്പറ്റീഷൻ രാവിലെ ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടത് വിരാട് കോഹ്ലിയും സച്ചിൻ ടെണ്ടുൽക്കറും തമ്മിലുള്ള ബന്ധം. നമ്മുടെ റെക്കോർഡ് മറ്റൊരാൾ തകർക്കുന്നത് വെച്ച് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുത്തനാണ്. ഇന്ത്യക്കാരനായിരിക്കണം. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. തമ്മിലെ കൂട്ടത്തിലും വണ്ടിയിൽ ഏറ്റവും കൂടുതൽ വൈബ് ചെയ്യുന്ന ഇവർ രണ്ടുപേരുമാണ്. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവർ സെയിം ഇൻഡസ്ട്രി ശത്രുക്കളാണ് കാര്യം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഓഗസ്റ്റ് 15 എല്ലാ വർഷവും ദൂരദർശനിൽ കറക്റ്റ് ആയിട്ട് സിനിമ വരുമായിരുന്നു. നമ്മുടെ കണ്ണിങ്ങനെ കെട്ടിയിട്ട് അരവിന്ദ് സ്വാമി കൊണ്ടിട്ട് ഇങ്ങനെ തുറന്ന് കാണിക്കല്ലോ. അപ്പൊ എ ആർ റഹ്മാന്റെ മ്യൂസിക് വരും. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്നോ എന്ന് പറയുന്നത് കിട്ടാ കാഴ്ച അല്ലെ. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അൽമാട്ടി അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലേസ് എന്താണ്, ശംഭുലാക്ക്. എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ്, കേരളം വിട്ട് പുറത്തു പോകാത്ത മനുഷ്യർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു കാഴ്ചയാണ് മഞ്ഞ്. നിങ്ങളുടെ ലൈഫിലെ പൈസ കുറച്ചെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടാണെങ്കിലും അത് എവിടെയെങ്കിലും കാശ്മീരോ ഇപ്പൊ മണാലിയോ എവിടെയെങ്കിലും, പക്ഷെ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റില് ഒരു മഞ്ഞിന്റെ കാഴ്ച ഉണ്ടാവണം. കല്ലു, നമ്മുടെയൊക്കെ ചെറുപ്പത്തിലേ നമ്മൾ ഈ പിന്നൊളിപ്പിച്ച് വെച്ചിട്ട് ചൂടുണ്ടോ 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 എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ ഈർക്കിലിയായിരുന്നു. ഈർക്കിലി എങ്ങനെയാന്ന് വെച്ചാൽ ഈർക്കിലിയുടെ കൊള്ളി ഒടിക്കും. ഈ ഈർക്കിലി ഒടിച്ചിട്ട് ഏതെങ്കിലും കർച്ചീഫിനുള്ളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് 2-3 കർച്ചീഫുകൾ വെച്ചിട്ട് ഏത് കർച്ചീഫ് എന്ന് കണ്ടുപിടിക്കാം. ഇത് അടുത്ത് പോകുമ്പോ ചൂട് എന്ന് പറയും. എടുക്കുന്ന നിധി എനിക്ക് തന്നെ അവകാശപ്പെട്ടു. എടുക്കുന്ന നിധി നിനക്കുള്ളതാണ്, എടുത്താൽ നിനക്കുള്ളതാണ്, അതല്ലെങ്കിൽ ഞങ്ങൾക്കുള്ളതാണ്, അല്ലെങ്കിൽ കമ്പനിക്ക്. ചൂടുണ്ടോ? ഇപ്പൊ ചൂടുണ്ടോ? ഇപ്പോഴോ? ഇപ്പൊ കുറച്ച് ചൂടുണ്ട്. ഇപ്പോഴോ? ഇപ്പോഴോ? ചൂടുണ്ട്, കുറച്ച് ചൂടുണ്ട്, ഇപ്പോഴോ? ചൂടുണ്ട്. ഇതിന്റെ ഒരു ഇരിപ്പുവശം വെച്ചിട്ട് ചൂടുണ്ട്.
അങ്ങനെ കോറലിന്റെ ഒരു പെർഫ്യൂം കണ്ടുപിടിക്കുകയാണ്. മഞ്ഞിൽ മൂടിക്കിടക്കുക. നമ്മുടെ എനിക്ക് അവകാശപ്പെട്ടത്. മഞ്ഞിൽ നമ്മുടെ കോറൽ പെർഫ്യൂം മൂടിക്കിടക്കാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നമ്മൾ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ. നമുക്കെപ്പോഴും യാത്രകളെ കുറിച്ചുള്ളൊരു ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ യാത്രയിൽ ഉണ്ടാകുന്ന ആകസ്മികതകളാണ്. ഒരു പാക്കേജ് ടൂറിലൊന്നും ഒരിക്കലും അങ്ങനെ ആകസ്മികതകൾ ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്ന യാത്രകളിലാണ് ഈ ആകസ്മികതകൾക്ക് കൂടുതൽ ഇടം പിടിക്കുക. ഇനി എന്ത് ചെയ്യും എൻ്റെ പൊന്ന് ദൈവമേ എന്ന് വിചാരിച്ച് നമ്മൾ തകർന്നു നിൽക്കുന്ന കുറേ സിറ്റുവേഷൻസ് എല്ലാ യാത്രകളിലും കിട്ടിയായി കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഒരു സമ്പാദ്യമാണ്. അതൊരു ഓർമ്മക്കൂട്ടാണ്. അല്ല, നമ്മളിവിടെ വന്ന് ലാൻഡ് ചെയ്തപ്പോ തന്നെ പെട്ടി നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ? പെട്ടി നഷ്ടപ്പെട്ട് തുടങ്ങി. പിന്നെ പല പല കാര്യങ്ങളാണ്. അതിൽ അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടി ഞങ്ങൾക്ക് ഇട്ടൊരു പണിയാണ്. അതിന്റെ സിറ്റുവേഷൻ വണ്ടി മൂവ് ചെയ്യുന്നില്ല. എന്നിട്ട് അവസാനം നമ്മളെല്ലാവരും കൂടെ പല രീതികളും ട്രൈ ചെയ്ത് നോക്കി. അവർ ഡീസൽ കൊണ്ടുവന്ന് അത് ഫില്ല് ചെയ്ത് നോക്കി. ഡീസൽ മുകളിലേക്ക് വെച്ചിട്ട് അത് ഫില്ല് ചെയ്ത് ആദ്യം നമ്മളെ അറിയിക്കാതെ അവർ വണ്ടി ഇങ്ങനെ മാക്സിമം നോക്കി. പക്ഷെ വണ്ടി എടുക്കാതായതുകൊണ്ട് നമുക്ക് സംശയം തോന്നി. അവരോട് ചോദിച്ച സമയത്ത് പിന്നെ നമ്മളൊന്ന് പുഷ് ചെയ്ത് ആണെങ്കിൽ എയർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാർട്ട് ആവുമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ പുഷ് ചെയ്ത്. വലിയ വലിയ ആൾക്കാരാണ് ദുബായിൽ. വലിയ 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 കച്ചവടങ്ങളൊക്കെ നടത്തുന്ന ഭയങ്കര ടീമുകളാണ്. എന്താ ചെയ്യുന്നത്? ഞങ്ങൾ വണ്ടി തള്ളിയിട്ടില്ല. നമ്മൾ മലയാളികളെ കഴിഞ്ഞിട്ട് ആൾക്കാരുള്ളൂ. അത് ഉസ്ബെക്കിസ്ഥാനിലാണെങ്കിൽ ശരി, കസാക്കിസ്ഥാനിലാണെങ്കിൽ ശരി. മാത്തുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മാത്തു കല്യാണത്തിന് പെണ്ണിനെ കൊണ്ടുപോകാനായിട്ടുള്ള മെഴ്സിഡീസ് ബെൻസ് നമ്മൾ തള്ളിയാണ് എടുത്തത്. ഇവിടെ തള്ളുന്നത് അതിനേക്കാളും ചെറിയ തള്ളേ ഉള്ളൂ. ആ ഒരു സമയത്തും ഇവർ രണ്ടുപേരും കൂടെ വളരെ അതിമനോഹരമായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. ഒരുപാട് ഗെയിംസോടെ കൂടി എല്ലാവരും പോസിറ്റീവ് ആയിരുന്നു. അപ്പോഴും ആർക്കും ഒരു പരാതി. നമ്മളവിടെ ഒരു ചെറിയ ഗെയിം പരിപാടികളൊക്കെ നടത്തി. ആൾക്കാരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഉത്തരം പറയുന്നവർക്ക് പിന്നെ ഡോളറൊക്കെ സമ്മാനം കൊടുത്ത് ഇൻസ്റ്റന്റ് മണി. വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയോ ഒരു മഹാൻ അല്ലെങ്കിൽ മാത്തുവിന്റെ മനസ്സിലുണ്ട്. മാത്തു ക്ലൂ പറയും. ആ ക്ലൂവില് നിങ്ങൾ ആളെ കണ്ടെത്തി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ഡെസർട്ട് ഡ്രൈവ് $10, അതുപോലെ പെർഫ്യൂംസ്. എല്ലാം ഒരുമിച്ച്. ഞാൻ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ എന്റെ ഭർത്താവും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിമാരാണ്. ആരാണ് ഞാൻ? 5 $10. ഇത് കോറൽ പെർഫ്യൂംസ് ഫ്ലവേഴ്സ് ടേക്ക് ഓഫ് ടു അൽമാട്ടി Powered by Eastern in association with RKGG, Dr. Kaveri Ayurvedic Center, Time Express Cargo and travel partner Aloha Tours and Travel.